ഒരിക്കൽ കൂടെ നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ വചനം ധ്യാനിക്കാൻ അവസരം ലഭിച്ചല്ലോ. ഇതൊരു പദവിയായി ഞാൻ കാണുന്നു. യേശുക്രിസ്തുവിന് പകരം നിങ്ങളോട് സംസാരിക്കുവാൻ ദൈവം എന്നെ യോഗ്യനാക്കിയതിനാൽ ഞാൻ ദൈവത്തോടും പൗരുഷനോടും നിങ്ങളോടും നന്ദി പറയുന്നു. എല്ലാ കാലത്തും ദൈവം മനുഷ്യനോട് സംസാരിക്കും. അതിന് തൻ്റെ കയ്യിലിണങ്ങിയ ചിലരെ ഉപയോഗിക്കും. അവരെല്ലാം പൂർണ്ണ വിശുദ്ധരായിട്ടല്ല, പെർഫെക്റ്റ് ആയതുകൊണ്ടും അല്ല, കർത്താവിൻ്റെ തിരുവിഷ്ടം അതായതുകൊണ്ടാണ്. രാത്രികാലങ്ങളിലും എൻ്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുമെന്നൊരു വചനം എളിയവനായ എൻ്റെ ഹൃദയത്തോട് ദൈവം സംസാരിച്ചപ്പോൾ അത് ഒത്തിരി 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 വലിയ വലിയ ദൂതായി മാറി, മെസ്സേജായി മാറി. ഈവൻ അറ്റ് നൈറ്റ് മൈ ഹാർട്ട് ടീച്ചസ് മീ. 16-ാം സങ്കീർത്തനം 7-ാം വാക്യം ഇങ്ങനെയാണ് തുടങ്ങുന്നത്: എനിക്ക് ബുദ്ധി ഉപദേശിച്ച യഹോവയെ ഞാൻ വാഴ്ത്തും. എൻ്റെ ദൈവം എൻ്റെ അഡ്വൈസറാണ്, ഗുഡ് അഡ്വൈസറാണ്. ആ ഒരു പാതയിൽ ഞാൻ നടന്ന് കയറിയാൽ എൻ്റെ മനസ്സ് എൻ്റെ അഡ്വൈസറായി മാറും. എൻ്റെ സ്പിരിറ്റിൽ പരിശുദ്ധാത്മാവ് കയറിയിരുന്നിട്ട് എന്നെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യും. അങ്ങനെ വന്നപ്പോൾ ഈവൻ അറ്റ് നൈറ്റ് എന്ന ആ വാക്കിൻ്റെ പ്രാധാന്യത ഇങ്ങനെ പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിച്ചപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഓടിപ്പോകാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അവിടെ നിൽക്കുകയാണ്. എൻ്റെ രാത്രികളിൽ പോലും എനിക്ക് ഗൈഡൻസ് ലഭിക്കും. രാത്രി എന്ന് പറയുന്നത് 12 മണിക്കൂറുള്ള രാത്രി അല്ല. ചിലപ്പോൾ 2, 3, 4, 5 കൊല്ലങ്ങൾ ചിലർക്ക് രാത്രിയായിരിക്കും. എന്ന് പറഞ്ഞാൽ ഒന്നും സാധിക്കാത്ത സമയങ്ങൾ, ഒരിടത്തും എത്താൻ കഴിയാത്ത സമയങ്ങൾ, പ്രാർത്ഥിച്ചിട്ടും ഒന്നും നടക്കാത്ത സമയങ്ങൾ, വഴി തുറക്കാത്ത സമയങ്ങൾ, നിരാശ വന്നിട്ടും അതിൽ വീഴാതെ പിടിച്ചു നിൽക്കുന്ന സമയങ്ങൾ. എൻ്റെ രാത്രികൾ, ഞാൻ പറഞ്ഞല്ലോ, ഒരു ബുക്ക് വേണമെങ്കിൽ എഴുതാം, അത്രയ്ക്കുണ്ട്. ഒത്തിരി ഭക്തന്മാരെ എനിക്കറിയാം, അങ്ങനെയുള്ളവരെ. യേശു കർത്താവിനെ ആ കൂടെ ഒന്നും നമുക്ക് ചേർത്ത് ചിന്തിക്കാൻ പറ്റില്ല. എങ്കിലും അവൻ നമ്മുടെ മാതൃകയാണ്. മനുഷ്യനായി ഭൂമിയിൽ വന്ന കർത്താവായ യേശുവിൻ്റെ കാളരാത്രി എന്ന് വേണേൽ വിളിക്കാം. എന്താ വിളിക്കണ്ടേ? ഘോരരാത്രി. ഇതാ ഗദസമനയിലെ രാത്രി. അതിനോട് ചേർത്താണ് യോഹന്നാൻ 18 പറയുന്നത്, തീപ്പെട്ടി പന്തങ്ങളുമായി അവർ അവനെ പിടിക്കാൻ വരുന്നു. തോട്ടത്തിലേക്ക്, ഗദസമനയിലേക്ക് തന്നെ. അതൊരു വല്ലാത്ത രാത്രിയായിരുന്നു. ഒരു മനുഷ്യ മനസ്സ് യേശുവിനുണ്ട്. അത് നിങ്ങൾക്കറിയാമോ? അവൻ മനുഷ്യ ശരീരമല്ലേ എടുത്തത്. അവനെ ഒരു അമ്മ പ്രസവിച്ചതല്ലേ, ഒരു അമ്മ പെറ്റതല്ലേ. അപ്പോൾ ഒരു മനുഷ്യനല്ലേ അവൻ. അതൊന്നും നമ്മുടെ ബുദ്ധിയിൽ ഒതുങ്ങുന്ന കാര്യമൊന്നുമല്ല. സയൻസിന് വെളിയിലാണ് അവൻ്റെ ജനനം. ഔട്ട് ഓഫ് സയൻസ്, ശാസ്ത്രത്തിനപ്പുറമാണ് അവൻ്റെ ജനനം. പക്ഷെ അവൻ വിശന്ന ഭക്ഷണം കഴിക്കും, സങ്കടം വന്നാൽ കരയും, സന്തോഷം വന്നാൽ ചിരിക്കും. അവൻ മനുഷ്യനാണ്, പക്ഷെ അവൻ ദൈവമാണ്. ലാസറിൻ്റെ വീട്ടിൽ പോയാൽ എല്ലാവരും കരയും. യേശുവും കരഞ്ഞു. എന്താ കാര്യം? പാവപ്പെട്ട 2 പെൺകുട്ടികൾ, അവർക്ക് അപ്പനില്ല, അല്ലേ? അമ്മയില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ബൈബിള് വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിച്ചാൽ കാണാം. യേശുവോടെ പോയിരുന്ന് ബൈബിൾ സ്റ്റഡി നടത്തിയപ്പോൾ മാർത്ത
കിച്ചണിൽ വർക്ക് ചെയ്യുന്നു. മറിയ കാൽക്കലിരിക്കുന്നു. ലാസർ പന്ത് കളിക്കാൻ പോയേക്ക്. അമ്മയില്ല, അപ്പനില്ല. ഞാനിങ്ങനെ ഭാവനയെ കാണുകയാണ്. ഏതോ അസുഖം വന്ന് അമ്മ മരിച്ചു. കുറച്ച് നാൾ കഴിഞ്ഞ് അപ്പനും മരിച്ചു. പാവപ്പെട്ട അനാഥ പെൺകുട്ടികൾ, സുന്ദരിമാരായ 2 പെൺകുട്ടികൾ. അവർക്കൊരു കുഞ്ഞാങ്ങള. യേശു ആ വീടിനെ ഒത്തിരി സ്നേഹിച്ചു. അതുകൊണ്ട് എനിക്കും ഒത്തിരി സ്നേഹമാണ്. ആ പെൺകുട്ടികൾ കരയുന്ന കണ്ടപ്പോൾ കർത്താവും കരഞ്ഞു. അപ്പോൾ കർത്താവിന് ഒരു മനുഷ്യ മനസ്സുണ്ടെന്നാണ് പറയാൻ വന്നത്. ആ യേശു ഇതാ ഗെത്സമനയിലേക്ക് പോയിട്ട് പറയുകയാണ്. മത്തായി സുവിശേഷം 26:36 മുതൽ, ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു വരുവോളം ഇവിടെ ഇരിപ്പീനെന്ന് പറഞ്ഞു. പത്രോസിനെയും സെബെദീപുത്രന്മാർ 2 കൂട്ടിക്കൊണ്ട് ചെന്ന് ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി. 12 പേരെയും കൂട്ടിക്കൊണ്ട് തോട്ടത്തിലോട്ട് വന്നിട്ട് കുറേ കയറി ചെന്നിട്ട്, നിങ്ങളിവിടെ ഇരിക്കുക കേട്ടോ എന്നും പറഞ്ഞ് 3 പേരെ ക്ലോസ്. അതവർക്കറിയാം, അങ്ങനെ അവരുമായിട്ടൊരു കമ്പനി ഉണ്ടെന്ന്. ഇതിനകത്തൊക്കെ ഒരു വലിയ മർമ്മമുണ്ട്. എന്താ അവരോട് ഇത്ര? അതൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. എല്ലാ കാര്യവും എല്ലാവരോടും പറയാൻ പറ്റുമോ? ഇല്ലേ? നിങ്ങൾക്കും ഇല്ലേ അങ്ങനെയൊക്കെ? എന്നാലും ചിലരുണ്ടല്ലേ, നമ്മളെ മനസ്സിലാക്കുന്ന ചിലർ ഉണ്ട്. അവരെ മാത്രം വിളിച്ചുകൊണ്ട് യേശു പിന്നെയും മുമ്പോട്ട് പോയി. പക്ഷേ ആ പീക്ക് ടൈം വന്നപ്പോൾ അവരും ഉറങ്ങിപ്പോയി. എന്താ അതിനകത്ത് പാഠമെന്നറിയാമോ? ആരും നമ്മെ സഹായിക്കാൻ വരാത്ത സമയം വരും. അതെന്താ അങ്ങനെ വന്നേ? അത് ദൈവം വരുത്തിയതാ. എന്തിനാണെന്നറിയോ? ഞാനുണ്ടെങ്കിൽ ആരും ഇല്ലേലും കുഴപ്പമില്ലെന്ന് നിന്നെ ഒന്ന് പഠിപ്പിക്കാനാ. ഹല്ലേലൂയ. യേശുവിൻ്റെ രാത്രി അവൻ അവിടെ മുട്ടുകുത്തി. എവിടെ? ഞാനൊക്കെ മുട്ടുകുത്താൻ വേണ്ടി നല്ല സോഫ്റ്റ് പായൊക്കെ മേടിച്ച്, ഒന്നും പോയാൽ മറ്റൊന്നും കൂടി മേടിച്ച് വെച്ചേക്കുക. ഇപ്പം നല്ല മാറ്റൊക്കെ കിട്ടുമല്ലോ. പൗരുഷിലൊക്കെ മുട്ടുകുത്താനായിട്ട് മാറ്റുണ്ട്. എൻ്റെ കർത്താവ് ചുമ്മാ മണ്ണിലോട്ട്, പുല്ലുണ്ടോയെന്ന് എനിക്കറിയില്ല, മുട്ടുകുത്തി. എൻ്റെ സ്നേഹിതർ പലരും അവിടെയൊക്കെ പോയി കണ്ടു. ഞാൻ ഇതുവരെ പോയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ കർത്താവ് കമന്ന് വീണെന്ന്. എന്തുകൊണ്ടാണെന്നറിയോ? വേദന, ശരീരവേദനയല്ല, ഭാരം എന്ന് പറയൂ അതിന്, ബർഡൻ. അതെന്തായിരിക്കും അത്? മാനവവർഗത്തിൻ്റെ മുഴുവൻ പാപം കർത്താവ് ഏറ്റെടുക്കുകയാണ്. സാധാരണക്കാർക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ് ഞാനീ പറയുന്നത്. എന്നാലും ഞാനൊരു സത്യം പറയാം, നിങ്ങളുടെ രാത്രികൾ മറ്റുള്ളവരുടെ നന്മയ്ക്കായി മാറും. സന്തോഷമാണോ? എന്താ ഈ ഭൂമി നമുക്ക് നേടാൻ പറ്റുക? ഒരു മനുഷ്യനെ വെട്ടം കാട്ടിക്കൊടുത്താൽ 10 പേർക്ക് സന്തോഷം, ആശ്വാസമായാൽ അതല്ലേ ജീവിതത്തിൻ്റെ അർത്ഥം. യേശുവിൻ്റെ ആ രാത്രി എൻ്റെ നിങ്ങളുടെയും പകലായി മാറിയിരിക്കും. ആ ഗതസമനയാണ് ഇന്ന് നമ്മെ രക്ഷിച്ചിരിക്കുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.